രമ്യ മുലശ്ശേരി ചേരുന്നുണ്ട്. രമ്യ, 60 ദിവസം കടക്കുകയാണ് പശ്ചിമേഷ്യൻ യുദ്ധം. ഒരു അയവും വരാതെയാണ് യുദ്ധം മുന്നോട്ട് പോകുന്നത്. ഈ പ്രധാനമായിട്ട് ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള ഒരു തർക്കം അത് രൂക്ഷമാവുകയാണ്. തീർച്ചയായും മേഘ, പശ്ചിമേഷ്യയെ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടിട്ട് ഇന്നേക്ക് 60 ദിവസം തികയുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. ഫെബ്രുവരി 28 പുലർച്ചെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന പേരിൽ അമേരിക്കയും ഇസ്രയേലും തുടങ്ങി വെച്ച സൈനിക ആക്രമണം അതാണ് ഈ 60 ദിവസം നീണ്ട വലിയൊരു അനിശ്ചിതത്വത്തിലേക്ക് വരെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ എടുത്തു പറയേണ്ടത് എണ്ണ വിലയുടെ കാര്യം തന്നെയാണ്. പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകളൊക്കെ വഴിമുട്ടിയതോടെ ഇപ്പോൾ ആഗോള വിപണിയിൽ എണ്ണ വില വീണ്ടും കുതിച്ചുയരുന്നു എന്നുള്ളത് തന്നെയാണ് ആഗോള പ്രതിസന്ധിയിലാക്കുന്നത്. ഇറാനെതിരെ US ഇസ്രയേൽ സഖ്യം ആരംഭിച്ച ഈ ഒരു കടന്നാക്രമണം കടുത്ത സംഘർഷത്തിലെത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പോലും എണ്ണ വിതരണം ദീർഘകാലത്തേക്ക് തടസ്സപ്പെടുമെന്ന ആശങ്കയാണ് ഈ ഒരു വില വർധനവിന് കാരണമായിരിക്കുന്നതും. ഏപ്രിൽ 30 വ്യാഴാഴ്ച വ്യാപാരം ആരംഭിച്ചപ്പോൾ തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $1.91 വർദ്ധിച്ച് $119 കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ രേഖപ്പെടുത്തി 6% വർധനവിന് പിന്നാലെയാണ് ഈ ഒരു വില വർധനവും വന്നിരിക്കുന്നത്. തുടർച്ചയായി തന്നെ 9ാം ദിവസമാണ് ക്രൂഡ് ഓയിൽ വിലയിൽ വർധനവ് രേഖപ്പെടുത്തുന്നതും. ജൂലൈ മാസത്തേക്കുള്ള കരാറുകളിലൊക്കെ തന്നെ വില ഉയർന്നു നിൽക്കുന്നത് തന്നെയാണ് കാണാനാകുന്നതും. വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ഫ്യൂച്ചേഴ്സ് ബാരലിന് $107.51 ഉയർന്നതോ ഇതിനിടെ എടുത്തു പറയേണ്ടുന്നത് തന്നെയാണ്. ഇതിന് ദേശീയ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഒപെക് പ്ലസ് സഖ്യങ്ങളിൽ നിന്ന് പിന്മാറാനുള്ള UAEയുടെ അപ്രതീക്ഷിത പ്രഖ്യാപനം അത് ആഗോള എണ്ണ വിപണിയിൽ വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയണം. മാത്രമല്ല ഈ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില വലിയ അസ്ഥിരതയ്ക്ക് സാധ്യതയും ഉണ്ടാക്കുന്നുണ്ട്. ഇറാനെതിരെയുള്ള യുദ്ധം മൂലം ആഗോള ഊർജ്ജ മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്കിടയിലും UAEയുടെ ഈ ഒരു നീക്കം അത് ലോക സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ആശങ്കയിലായി തീർക്കുകയാണ്. അതേസമയം തന്നെ ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക മാസങ്ങളോളം നീളുന്ന ഉപരോധം ഏർപ്പെടുത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. ആ റിപ്പോർട്ടുകളും ഈ വിപണിയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയണം. ഇത് സംബന്ധിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രമുഖ എണ്ണ കമ്പനികളുമായി ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. ഈ ഒരു വിതരണ ശൃംഖലയിലെ അനിശ്ചിതത്വം ആഗോള സുരക്ഷയെ തന്നെ ഗുരുതരമായി ബാധിക്കുമെന്ന വിലയിരുത്തൽ തന്നെയാണ് വിദഗ്ധരടക്കം ഉള്ളതും. എന്തായാലും എണ്ണ ഇറക്കുമതി പ്രധാനമായും ആശ്രയിക്കുന്ന ഇന്ത്യപോലുള്ള രാജ്യങ്ങളിൽ ആഭ്യന്തര വിപണിയിൽ വലിയൊരു പ്രതിഫലനം ഉണ്ടാക്കാൻ ഈ ഒരു വിലക്കയറ്റം കാരണമാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതും. ഇന്ധനവില വർദ്ധിക്കുന്നത് ചരക്കു നീക്കത്തെയും അതേസമയം നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും ഒക്കെ സാരമായി തന്നെ ബാധിക്കുമെന്ന ആശങ്ക കൂടി ഇതോടൊപ്പം ശക്തമാണ്. അതേസമയം പശ്ചിമേഷ്യയിലെ നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിച്ചെങ്കിൽ പോലും എണ്ണ വില ഇനിയും ഉയരാനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ ഉള്ളത് എന്നുള്ളതാണ്. മറ്റ് യുദ്ധ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ അന്താരാഷ്ട്ര സമുദ്രപാതകളിലെ അമേരിക്കൻ ഇടപെടലുകൾക്കെതിരെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.